എന്തുകൊണ്ട് വെള്ളരിക്ക അല്ലെങ്കിൽ ക്യൂക്കുംബർ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തണമെന്ന് നോക്കാം അല്ലേ. ഈ വെള്ളരിക്ക എന്ന് പറയുന്നതുണ്ടല്ലോ, അതിൽ 95% എന്താണ്, വെള്ളമാണ് അല്ലേ. പിന്നെ അത് മാത്രമല്ലാണ്ട് വൈറ്റമിൻ സി, വൈറ്റമിൻ കെ തുടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളും നമ്മുടെ വെള്ളരിക്കയിൽ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വെള്ളരിക്ക നമ്മുടെ ചർമ്മത്തിന് കൂളാക്കി വെക്കാനും, അതായത് ഭയങ്കര തണുപ്പ് തരാനും, അത് മാത്രമല്ല നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യണം. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ വെള്ളരിക്ക സ്ഥിരമായിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ടുകൾ ഉണ്ടല്ലോ, അത് മാറ്റി തരുന്നോ, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഷെയ്ഡ് അല്ലെങ്കിൽ നമ്മുടെ നിറം മാറ്റുന്നോ ഒന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല കേട്ടോ. അടുത്തത് നമ്മുടെ വെള്ളരിക്കയുടെ ഗുണങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ കൂളിംഗ് എഫക്റ്റ് ആണ്. കൂളിംഗ് എഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വെയിലത്തുനിന്ന് കയറി വന്ന് വിചാരിക്കുക, കുറച്ച് വെള്ളരിക്ക അരിഞ്ഞിട്ട് നമ്മൾ മുഖത്ത് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തെന്ന് വിചാരിക്കുക, നമുക്ക് എന്ത് ലഭിക്കും? നല്ല തണുപ്പ് തോന്നും നമ്മുടെ മുഖത്തിന് അല്ലേ. സ്കിന്ന് നല്ല തണുത്തിരിക്കും. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ലൈറ്റ് ഹൈഡ്രേഷൻ ആണ്. അതായത് നമ്മുടെ ചർമ്മത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ലൈറ്റായിട്ട് ഹൈഡ്രേഷൻ നൽകാനായിട്ട് അല്ലെങ്കിൽ ഈർപ്പമുള്ളതാക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തത് പഫി ഐസ് ആണ്. അതായത് ചിലർക്കുണ്ടല്ലോ കണ്ണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ വീർത്തിരിക്കും അല്ലേ, ഈ ഉറങ്ങി എണീക്കുമ്പോഴൊക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇപ്പം തലേ ദിവസമോ അല്ലെങ്കിൽ കുറച്ച് നേരം മുൻപോ വെള്ളരിക്ക ഫ്രിഡ്ജിൽ വെച്ചതിരിക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തു കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുക, കണ്ണിൻ്റെ താഴെയൊക്കെ നന്നായിട്ട് വെച്ച് കൊടുക്കുക. ആ സമയത്ത് കുറച്ച് നേരത്തേക്ക് ആ പഫ്നെസ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞ പോലെ നമുക്ക് തോന്നും. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ റിഫ്രഷിങ് ഫീലാണ്. ഭയങ്കര ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ വെള്ളരിക്ക യൂസ് ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കും, മുഖം നല്ല ഫ്രഷ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. വെള്ളരിക്ക എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകുക. ഈ ക്യൂക്കുംബർ നന്നായി കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കുക. അതായത് തിൻ സ്ലൈസസ് ആക്കില്ലേ നമ്മൾ, അങ്ങനെ സ്ലൈസ് ആക്കിയതിന് ശേഷം കണ്ണിലോ അല്ലെങ്കിൽ നമ്മുടെ ഫേസിലോ സ്കിന്നിൽ നമുക്ക് വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് വരെ വെക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ നിങ്ങൾ റിമൂവ് ചെയ്യണേ. അതും അല്ലെങ്കിൽ രണ്ടാമത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളരിക്ക ഉണ്ടല്ലോ, ഇത് നന്നായിട്ട് ജ്യൂസ് ആക്കുക. എന്നിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായി കഴുകി കളയാം.